ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഗോബി മഞ്ചൂരിയൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കളറും കിട്ടും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കോളിഫ്ലവറിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1.5 സ്പൂണ് മൈദ, 1.5 സ്പൂണ് കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവർ കൊടുത്തതിന് ശേഷം 1 സ്പൂണ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ആവാൻ പാടില്ല. ഓക്കെ, നമുക്ക് എന്നിട്ട് ഇതിലോട്ട് ഇവിടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഞാനിതിവിടെ നന്നായി കഴുകിയെടുത്ത കോളിഫ്ലവറാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കോളിഫ്ലവർ ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ മെല്ലെ വറുത്തെടുക്കാം. ഇതായിട്ടുണ്ട്, നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് പാൻ വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മളിതിലോട്ട് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിരുന്നു. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 2 പിഞ്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി, എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കോളിഫ്ലവറിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിൽ ഉപ്പ് ചേർത്താൽ മതിയാവും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇളക്കി കൊടുക്കാം. നമുക്കിതിലോട്ട് 1 സ്പൂൺ സോയ സോസ്, 1 സ്പൂൺ ടൊമാറ്റോ സോസ്, 1.5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. സ്പൂൺ ടൊമാറ്റോ ചില്ലി സോസാണിത്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. സോസും ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ട് പിടിച്ച് വരട്ടെ. നമ്മളിവിടെ ഗോബി മഞ്ചൂരിയൻ ഇത്തിരി ഗ്രേവി ടൈപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഡ്രൈ ആയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഡ്രൈ ആയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കുറച്ച് ഗ്രേവി ടൈപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. നമ്മൾ ചുടുവെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തിളച്ച് കിട്ടും. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മുടെ വറുത്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കോളിഫ്ലവറും ഉള്ളി, ക്യാപ്സിക്കം, സോസ് ഇതൊക്കെ എല്ലാതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.